നമസ്തേ. ഇന്നത്തെ എൻ്റെ ഭക്ഷണം റെഡിയായി. ഇന്ന് വേവിക്കാത്ത ആഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള റോ ഡയറ്റിൻ്റെ 36ാമത്തെ ദിവസമാണ്. അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയേ. ചെറുപയർ മുളപ്പിച്ചതുണ്ട്, കപ്പലണ്ടി മുളപ്പിച്ചതുണ്ട്. അതെല്ലാം ഞാൻ ക്യാബേജിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീട്രൂട്ടൊക്കെ ഇങ്ങനെ മാല പോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വെജിറ്റബിൾ സ്ലൈസർ വെച്ചുകൊണ്ട്. പിന്നെ തക്കാളി ചമ്മന്തിയുണ്ട്. ഒരു തക്കാളി ചമ്മന്തി. ഇത് നെല്ലിക്ക ചമ്മന്തി. നെല്ലിക്ക ചമ്മന്തി നല്ല ടേസ്റ്റിയാണ്. നെല്ലിക്ക ചമ്മന്തിയിൽ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നാളികേരം, നെല്ലിക്ക, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, ഇതൊക്കെ കൂടി ചതച്ചതാണ്. ഇന്ന് അമ്മിയിൽ അരയ്ക്കാനായിട്ട് പറ്റിയില്ല, മിക്സിയിൽ അരച്ചതാണിത്. ഇനി ഇത് തക്കാളി ചമ്മന്തിയാണ്. തക്കാളി ചമ്മന്തി നല്ല ടേസ്റ്റിയാണ്. ഇതൊരു ഓറഞ്ച് കളറിലൊക്കെയാണ് വന്നിട്ടുള്ളൂ, വല്ലാണ്ട് റെഡായിട്ടില്ല. അത്ര കളറുള്ള തക്കാളി ആയിരുന്നില്ല എന്ന്. തക്കാളി ചമ്മന്തിയിൽ നാളികേരം, തക്കാളി, പിന്നെ ഒരു ലൂബിക്ക് ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് പുളി കൂട്ടാൻ വേണ്ടി. എല്ലാ രസങ്ങളും ആവട്ടെ. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും, ഇത്രയൊക്കെയാണ് ഈ തക്കാളി ചട്നിയിലുള്ളത്. നല്ല രുചികരമാണ് കേട്ടോ. ഇനി ഇതൊക്കെ കൂടി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. ഇത് ചെറുപയറും കപ്പലണ്ടിയും. ഇതിൽ പ്രത്യേകിച്ച് വേറെ പുതിയ രസങ്ങളൊന്നുമില്ല. ഇന്ന് ഞാനിതിൽ ഉപ്പും ചെറുനാരങ്ങ സബോളയും ഒന്നും ഇട്ടിട്ടില്ല. തക്കാളി ചമ്മന്തി കഴിക്കാം ഇതിൻ്റെ കൂടെ. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് നെല്ലിക്ക ചമ്മന്തി എടുക്കട്ടെ. നെല്ലിക്ക ചമ്മന്തിയാണ് ഫേവറേറ്റ്. ഉപ്പും പുളിയും എരിവും. ഇതിലൊരു ചെറിയ നെല്ലിക്കയായിരുന്നു. ചെറിയൊരു 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിരുന്നു. സാധാരണഗതിയിൽ ഉച്ചഭക്ഷണമായിട്ട് എല്ലാവരും കഴിക്കുക എന്താ, ചോറും കറിയൊക്കെ അല്ലേ. അങ്ങനെ ഒരു ചോറും കറിയും അല്ല ഞാൻ ഈ കഴിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചമ്മന്തിയുണ്ട്, തക്കാളിക്കറിയുണ്ട്. ചോറിന് പകരമായിട്ട് സ്റ്റാർച്ചും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം നിറയെയുള്ള വേറെ കുറേ ആഹാരങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോറും കറിയും കഴിക്കുന്ന അതേ തൃപ്തി നമുക്ക് ഈ ആഹാരങ്ങൾ കഴിച്ചാൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എല്ലാവർക്കും ഇത് കഴിച്ചു നോക്കാനായിട്ടുള്ളൊരു ധൈര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും മലയാളി ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, ധാന്യത്തിനോടൊരു അഡിക്ഷനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണം മാത്രമൊക്കെ കഴിച്ചിട്ട് എങ്ങനെ നിലനിൽക്കാൻ പറ്റുക, എങ്ങനെ വിശപ്പ് മാറുക, എങ്ങനെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുക, എങ്ങനെ ആവശ്യമായിട്ടുള്ള ഫാറ്റ് കിട്ടുക, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് കിട്ടുക, അങ്ങനെ കുറേ സംശയങ്ങളാണ് മലയാളികൾക്ക്. പക്ഷേ ഒരു ദിവസം ഇങ്ങനൊരു രീതിയിൽ ഈ ആഹാരമൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല ഭംഗിയിൽ, ഇത് കുറേ കളറുകളുണ്ട്. ഇളം പച്ചയുണ്ട്, കടും പച്ചയുണ്ട്, പലതരത്തിലുള്ള പച്ചക്കളറുകൾ തന്നെ ഇതിലുണ്ട്. ഓറഞ്ച് കളറുള്ള ക്യാരറ്റുണ്ട്, തക്കാളിയുടെ ചുവപ്പുണ്ട്, ബീട്രൂട്ടിൻ്റെ ഒരു ഡാർക്ക് റെഡ് കളറുണ്ട്, അല്ലെങ്കിൽ ഒരു മജന്തയുടെ ഡാർക്ക് കളറുണ്ട്. പിന്നെ എല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു നെല്ലിക്ക ചമ്മന്തിയുടെ ഇങ്ങനെ ഒരു കളറുണ്ട്. ഒരുപാട് നിറങ്ങളുള്ള ഒരു ആഹാരമാണ് കഴിക്കുന്നത്. ഓരോ നിറം, ഇത് വെറുതെ നിറത്തിൻ്റെ പ്രാധാന്യമില്ല പറയുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന പോഷണത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ ആ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എത്രത്തോളം പോഷണമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്, അതിനാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഒരു റോ ഡയറ്റിൽ, അതായത് ഒരു 90 ദിവസത്തെ വേവിച്ച ആഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഈ ഒരു ജീവിത കാലയളവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്, പ്രതീക്ഷിക്കുന്നത് അതാണ്. ഞാൻ വീണ്ടും അറിയാതെ തക്കാളി ചമ്മന്തി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റാണ്. ഇനിയും നമുക്ക് ഈ കേബേജിൻ്റെ ഇലയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് കഴിക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. കുറച്ച് സ്പ്രൗട്ട്സൊക്കെ വെച്ച്, കുറച്ച് ഈ തക്കാളി ചമ്മന്തിയും വെച്ച് കഴിക്കാം. നല്ല രുചികരമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ. ഞാനിതെല്ലാം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കുക്കുംബർ സ്പ്രിങ്. അടുത്തത് ഇതാണ് കഴിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു ആഹാര രീതി ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കുറേ പേര് നമ്മളുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. ഒരു 6-7 ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ.
അതിൽ കുറേ പേര് ഈ ഒരു ആഹാരക്രമം 100% ഫോളോ ചെയ്യുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ കുക്ക് ചെയ്യാത്ത ആഹാരങ്ങൾ, അത് പരമാവധി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ. അങ്ങനെ ഒരുപാട് പേര് നമ്മളോടൊപ്പം ഉണ്ട്. കുറേ പേര് 100% പറ്റിയില്ലെങ്കിലും ഒരു 70-75% ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പൊതുവേ ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് രുചിയോടെ കഴിക്കണം, നല്ല ആഹാരം കഴിക്കണം എന്നൊക്കെ പൊതുവെ പറയുമ്പോൾ നല്ലത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? എണ്ണ നിറയെ, നെയ്യ് നിറയെ ഉള്ളത്, വറുത്തത്, പൊരിച്ചത്, അല്ലെങ്കിൽ മധുരങ്ങൾ ചേർന്ന മധുര പലഹാരം, ഇങ്ങനെ എക്സ്ട്രാ രുചികൾ ചേർന്ന് നമ്മളെ വല്ലാതെ അങ്ങോട്ട് ഉത്തേജിപ്പിക്കണം. എക്സ്ട്രാ ഏഡഡ് ഷുഗർ അല്ലെങ്കിൽ ഏഡഡ് ഒരുപാട് എരിവുകൾ, ഒരുപാട് മസാലക്കൂട്ടുകൾ, ഇതൊക്കെ വരുമ്പോഴാണ് സാധാരണ ഇപ്പം നമ്മൾ ഭയങ്കര രുചികരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാഹാരം, ഒരു ഏത്തപ്പഴം, ഒരു നേന്ത്രപ്പഴം വെറുതെ തൊലി ഉരിഞ്ഞ് കഴിക്കുന്നതിനല്ല നമുക്ക് സുഖമുള്ളത്. അതിനെ ഒന്ന് പൊരിച്ചെടുക്കണം, നെയ്യിലോ എണ്ണയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ അതിന് മഹത്വം കൂടി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രുചിയെക്കുറിച്ചുള്ള സങ്കല്പം. എന്നാൽ ഇത് ഇപ്പം ഞാനീ കഴിക്കുന്നത് ഒട്ടും തന്നെ പ്രകൃതിയാലുള്ള രീതിയിൽ നിന്നും വ്യത്യാസപ്പെടുത്താതെ എങ്ങനെയാണോ പ്രകൃതി ഒരു പ്രത്യേക രുചി ഉണ്ടാക്കിയിട്ടുള്ളത് ആ രുചിയെ അപ്പാടെ സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വാസ്തവം പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് നമുക്ക് വലിയ പരിചയമില്ലാത്തതാണ്. യഥാർത്ഥത്തിലുള്ള ക്യാരറ്റിൻ്റെ രുചി, കുക്കുംബറിൻ്റെ രുചി, അല്ലെങ്കിൽ ചെറുപയറിൻ്റെയോ ക്യാപ്സിക്കത്തിൻ്റെയോ ബീട്രൂട്ടിൻ്റെയോ തക്കാളിയുടെയോ നാളികേരത്തിൻ്റെയോ റിയലായിട്ടുള്ള ടേസ്റ്റ് വാസ്തവത്തിൽ നമുക്ക് കുറേ കാലമായിട്ട് പരിചയമില്ല. ഒരുപാട് പലതരത്തിലുള്ള, ഇപ്പോൾ ഒരു നാളികേരമാണെങ്കിൽ അത് എണ്ണയിലിട്ട് മൂപ്പിക്കണം, വറുക്കണം, എന്നിട്ട് കറിയിൽ ചേർക്കണം, അങ്ങനെ പലതരത്തിൽ, അല്ലെങ്കിൽ നല്ലവണ്ണം വെവിച്ച് ആ നാളികേരപ്പാലിൽ നിന്ന് എണ്ണയെ വേർതിരിക്കണം. ആ എണ്ണ ഇങ്ങനെ പൊന്തിക്കിടക്കണം. അപ്പോഴൊക്കെയാണ് നമുക്ക് രുചി എന്ന് പറയുന്നതിൽ ഒരു തൃപ്തി വരുന്നുള്ളൂ. തൃപ്തികരമായിട്ടുള്ള രുചി അതിൽ മാത്രമാണ് നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ കുറേ ആയിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു 10-36 ദിവസങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം ഇതുപോലെ നേച്ചുറലായിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്ന് പരീക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും വിജയം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരുടെയും ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശരീരത്തിലെ വേദനകളും വീക്കങ്ങളും എല്ലാം കുറഞ്ഞു വരുന്നു, ഡെഫിഷ്യൻസികൾ കുറഞ്ഞു വരുന്നു. കുറേ സപ്ലിമെൻറ്റ്സൊക്കെ കഴിച്ചിരുന്ന പല ആളുകളും ഇന്ന് അതൊക്കെ ഒഴിവാക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ഒരു മനുഷ്യൻ ആരോഗ്യത്തിലേക്ക് കയറി വരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തരും, ഇത് പരിചയിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇതുകൊണ്ട് ശരീരത്തിന് ഗുണമല്ലാതെ ഒരു തരത്തിലുള്ള ദോഷവും സംഭവിക്കില്ല. കാരണം ദോഷമുള്ളതൊന്നും നമ്മൾ കഴിക്കുന്നില്ല. കിട്ടാവുന്നതിൽ പരമാവധി പോഷണം നഷ്ടപ്പെടുത്താതെ ആഹാരങ്ങൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നമ്മളോടൊപ്പം ചേർന്ന് പോകുന്ന എല്ലാവർക്കും ആശംസകൾ. അപ്പം ഞാനിത് കഴിച്ച് മുഴുവനാക്കിക്കോട്ടെ. അപ്പം നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ.